സ്ക്രീൻ കാണുന്നുണ്ടോ? ഇത്രയും ആൾക്കാരെ കയറാറുള്ള സാറിൻ്റെ ക്ലാസ്സിൽ? 32-33 പേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ് ഏതായിരുന്നു? MEP ആരാണ് പഠിപ്പിക്കുന്നത്? ക്ലാസ് ഉണ്ടായിരുന്നോ സാറ്? എത്ര മണിക്ക് വിട്ട സാറ് ക്ലാസ്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്യാമിൻ്റെ കുറച്ച് ഫോളോ ഓവർ ടൈപ്സ് ഓഫ് മോഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? 2 ടൈപ്പ് മോഷനാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് ഓഫ് മോഷനും, രണ്ടാമത്തേതെന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ടൈപ്പ് ഓഫ് മോഷനും അല്ലേ? ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടത്. ബേസിക്കലി നമുക്ക് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് പോളിനോമിയൽ ടൈപ്സ് ഓഫ് കർവ്സ് എന്നും രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ടൈപ്സ് ഓഫ് കർവ്സ് എന്നും. ഈ പോളിനോമിയൽ ടൈപ്സിൻ്റെയാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ കാണിച്ചത്. y = c θ n ആണ് ജനറൽ ഇക്വേഷൻ. അതിൽ n = 1 എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോർമേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്ന ആദ്യത്തെ കേസ് കണ്ടു. എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ദാറ്റ് ഈസ് ഡ്യൂറിങ് ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഒരു യൂണിഫോം മോഷൻ്റെ കേസാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും വേഴ്സസ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ, ആ ഗ്രാഫ് നമ്മൾ വരച്ചായിരുന്നു. ഓക്കെ, അപ്പം അതിന് നമ്മൾ റെക്റ്റാങ്കുലർ ഫോമിലാണ് ഡയഗ്രാം വരയ്ക്കുന്നത്. അതിൽ y ആക്സിസ് വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ വെലോസിറ്റി ആവാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആവാം. രണ്ടാമത്തെ കേസ് നമ്മൾ കണ്ടത്
ഇറ്റ് ഈസ് ദാറ്റ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ എപ്പോഴും ഒരു റേഡിയസ് വെക്ടറിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് ഒരു വെർട്ടിക്കൽ ലൈനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ അല്ലാതെ ഇപ്പം ഞാൻ കാണിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ നോക്കിക്കോളുക. ഞാൻ ഇന്നലെ ഇതാണ് ഒരു റേഡിയസ് വെക്ടർ എന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു പാരബോള വരച്ചു. പാരബോളയുടെ സെൻറ്ററാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പാരബോള കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? കാണുന്നുണ്ടല്ലേ? സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണാമോ? അപ്പോൾ റേഡിയസ് വെക്ടർ ഞാൻ ഇങ്ങനെയാണ് മൂവ് ചെയ്തത്. റേഡിയസ് വെക്ടർ ഇങ്ങനെയാണ് മൂവ് ചെയ്തത്. ഓക്കെ, ഞാൻ എൻ്റെ ആ റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പർ സൈഡോട്. നിങ്ങൾ ആ ഫിഗറുമായിട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു റേഡിയൽ വെക്ടർ ഞാൻ ഇങ്ങനെ പൈ ഡിഗ്രി 180 ഡിഗ്രി ഇങ്ങനെ കറക്കും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ ഫോം ചെയ്ത സെമി സർക്കിളാണ് നിങ്ങൾ ആ സൈഡിൽ വരച്ചിരിക്കുന്നത്. ഇനി ഓരോ ആംഗുലർ പൊസിഷനിലും ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് സൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ സൈ ഈസ് ഈക്വൽ ടു എത്രയായി? സൈ ഈസ് ഈക്വൽ ടു 180. ഒരു സെമി സർക്കിൾ ആകുമ്പോൾ സൈ ഈസ് ഈക്വൽ ടു എത്രയായി? എത്ര ആംഗിളായി? 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻസ് ആയി. അപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ നോക്കും. ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ ഒരു 0യിൽ നിന്ന് സൈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ വെർട്ടിക്കലിലോട്ടുള്ള പ്രൊജക്ഷനാണ് നിങ്ങൾ വരച്ചത്. ഞാൻ ഇങ്ങനെ ഒരു ഹോർസോൺ ലൈനെല്ലാം കാണിച്ച ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഹോർസോൺ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ പൊസിഷനിലും എനിക്ക് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിലോട്ട് ഇങ്ങനെ ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അത് കുറച്ചുകൂടെ മാറുമ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ ആ പോയിന്റ് കുറച്ചുകൂടെ അവിടെ പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ എഴുതിയ ഇക്വേഷൻ ഈ ഒരു ഫിഗറെല്ലാം ഞാൻ വരച്ച് കാണിച്ചത്. അതാണ് എന്ന് വെച്ചാൽ സൈ ബൈ പൈ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ബീറ്റ എന്നുള്ളത് ഈ വരച്ചിരിക്കുന്നതാണ് എൻ്റെ റേഡിയസ് വെക്ടർ. ഈ വരച്ചിരിക്കുന്നതാണ് റേഡിയസ് വെക്ടർ. അത് ഒരിക്കൽ കൂടെ ഇന്നലെ ഒരാൾ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. വേണമെങ്കിൽ അത് ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടെ. സ്ക്രീൻ വരുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഓക്കെ, അത് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടെന്ന് വെച്ചോ. യു ആർ ഹാവിങ് എ വെർട്ടിക്കൽ ലൈൻ. ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ. ഞാൻ ഇവിടെ ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഐ ഹാവ് കൺസ്ട്രക്റ്റഡ് എ സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ഞാൻ മറ്റൊരു പേന വെച്ച് കാണിക്കാം. എൻ്റെ റേഡിയസ് ഇതാണ്. എൻ്റെ റേഡിയസ് ഇതാണ് റേഡിയസ്. അപ്പോൾ ഈ റേഡിയസ് വെക്ടർ ഇങ്ങനെ 180 ഡിഗ്രി കറങ്ങും. പൈ റേഡിയസ് കറങ്ങും. അപ്പം ഈ ഒരു വെർട്ടിക്കൽ ലൈനിലോട്ട് ഈ സമയത്തുള്ള പ്രൊജക്ഷൻ ഏതായിരിക്കും? ഏത് പോയിന്റ് ആയിരിക്കും? ഈ പോയിന്റ് ആയിരിക്കൂലേ? ടോർച്ച് അടിച്ച ഇവിടെ നിന്ന് ടോർച്ച് അടിച്ച ഈ പോയിന്റ്, ഈ എൻ്റെ ആരോ മാർക്കിന് ടിപ്പ് ഇവിടെ കിട്ടൂലേ? ശരിയല്ലേ? ശരിയാണോ അല്ലേ? ഇനി ആ റേഡിയസ് വെക്ടർ കറങ്ങി ഒരു ഇത്ര ഡിഗ്രി ആയി. അതപ്പോൾ ആ പ്രൊജക്ഷൻ എങ്ങോട്ട് മാറി? പ്രൊജക്ഷൻ ഇങ്ങോട്ട് മാറി. സിമിലർലി അപ്പം ഈ ഒരു റേഡിയസ് വെക്ടർ 180 ഡിഗ്രി ആകുമ്പോൾ പോയിന്റ് എവിടെ എത്തും? ഇതിൻ്റെ ടോപ്പിലെത്തും. മനസ്സിലായ? അത് തിരിച്ച് വീണ്ടും 180 നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങി വീണ്ടും 360 വരുമ്പോൾ ഈ പോയിന്റ് തിരിച്ച് പഴയ പൊസിഷനിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു മോഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇതേ സാധനം തന്നെയാണ് ഞാൻ ഇന്നലെ ഈ വെർട്ടിക്കലിന് കാണിക്കുന്നതിന് പകരം ആ പോയിന്റുകൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായി? ഈ യെല്ലോ ലൈനിലോട്ട് പ്രൊജക്ട് ചെയ്തു. അപ്പോൾ ഈ കിട്ടുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം, സിമ്പിൾ ഹാർമോണിക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ആ കൺസ്ട്രക്ഷൻ ഒരിക്കൽ കൂടെ വരയ്ക്കാം. നമുക്കിതിൽ ജസ്റ്റ് കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് ഞാൻ ആ ഇക്വേഷൻ ഇന്നലെ നിങ്ങൾ എഴുതിയ ഇക്വേഷൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദെയർ.
That is, in yesterday's class, you have written the equation for displacement. You have written the equation for displacement as y is equal to h by 2 into y is equal to h by 2 into 1 minus cos pi theta by beta. The relation last എഴുതിയിട്ടുള്ളതിന് ബാക്കി എഴുതിക്കോണം. അതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കേണ്ട റിലേഷൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒമേഗ ടി ആണെന്നും കൂടെ മനസ്സിലാക്കിക്കോളൂ. തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിന് വെലോസിറ്റി എങ്ങനെ കിട്ടും? പിന്നെ വെലോസിറ്റി, ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് വെലോസിറ്റി ദെൻ? വാട്ട്സ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു, if you are having displacement, how will you find out velocity? Velocity എങ്ങനെ കിട്ടും? Displacement by time. dy by dt. Velocity is equal to dy by dt. അപ്പോൾ ഇതിനെ ചെയ്താൽ നിങ്ങൾക്ക് h/2 കോൺസ്റ്റന്റ് ആണ്. ഈ കോസ് പൈ തീറ്റ ബൈ ബീറ്റയുടെ ഈ പൈ കോസിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? കോസിന്റെ ഡി ബൈ ഡി തീറ്റ ഓഫ് കോസ് തീറ്റ എത്രയാണ്? മൈനസ് സൈൻ. അപ്പോൾ ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആവും. സൈൻ പൈ തീറ്റ ബൈ ബീറ്റ എന്ന് വരും. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആയോ? എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x എത്രയാണ്? എത്ര കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x ആരെങ്കിലും പറയൂ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x കിട്ടില്ല. 2 എവിടെ നിന്ന് വന്നു? അപ്പോൾ സൈൻ 2xന്റെ ഡിഫറൻഷ്യൽ കോസ് 2x. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ ഒരിക്കൽ കൂടെ ചെയ്യണം. 2xനെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ 2 cos 2x എന്ന് കിട്ടും അല്ലേ? 2 cos 2x എന്ന് കിട്ടും. 2 cos 2x എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ കോസ് പൈ തീറ്റ ബൈ ബീറ്റ ചെയ്യുമ്പോൾ മൈനസ് സൈൻ പൈ തീറ്റ ബൈ ബീറ്റ എന്ന് വരും. ആ മൈനസ് ആൾറെഡി അതിനകത്തുള്ളത് കൊണ്ട് അതൊരു മൈനസ് പോസിറ്റീവ് ആകും. ഇനി പൈ തീറ്റ ബൈ ബീറ്റയെ നമ്മൾ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ഞാൻ ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ അത് സോ വൺസ് യു കംപ്ലീറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ആസ് പൈ ഒമേഗ ബൈ ബീറ്റ എന്നും കൂടെ വരും. പൈ ഒമേഗ. മനസ്സിലായ? സംശയം ഉണ്ട് ആർക്കെങ്കിലും? അപ്പോൾ ഞാൻ ഓരോരുത്തരെ പേര് വിളിച്ച് ചോദിക്കണോ? ആൽബിൻ ജോൺ മനസ്സിലായ? കാണുന്നില്ലേ ആരും? അശ്വിൻ മനസ്സിലായല്ല? എന്ന് വെച്ചാൽ ഞാൻ ആദ്യം കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. കോസ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ വരും. അവിടെ ആൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് സൈനോട്ട് മാറി. എന്നിട്ട് ആ സൈനിന് ശേഷം കിടക്കുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈനിന് ശേഷം കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൈ തീറ്റ ബൈ ബീറ്റയാണ് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. പൈ തീറ്റ ബൈ ബീറ്റ. ഞാനിതിനെ എങ്ങനെ എഴുതി? പൈ ഒമേഗ ടി ബൈ ബീറ്റ എന്ന് എഴുതി. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പൈ ഒമേഗ ബൈ ബീറ്റ എന്ന് കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ സൈൻ 2xന് 2 സൈൻ എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 കിട്ടിയതുപോലെ തന്നെയാണ് ഈ പൈ ഒമേഗ ബൈ ബീറ്റ കിട്ടിയിരിക്കുന്നത്. ഇനി വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും എന്ന് പറയാമോ? ഹൗ മച്ച് ഈസ് ദ വി മാക്സ് ഫ്രം ദിസ്? How much is the Vmax from this? സൈനിന്റെ മാക്സിമം എത്രയാണ്? ഇക്വേഷൻ എഴുതിയിട്ട് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടില്ലേ? h/2 പൈ ഒമേഗ ബൈ ബീറ്റ ഇൻറ്റു സൈൻ പൈ തീറ്റ ബൈ ബീറ്റ. സൈനിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ എത്ര കിട്ടും? വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ ഈസ് h/2 പൈ ഒമേഗ ബൈ ബീറ്റ. അത് തീറ്റയുടെ ഏത് വാല്യൂവിനാണ് എനിക്ക് വെലോസിറ്റി മാക്സിമം ആവുന്നത്? സൈൻ മാക്സിമം ആവുന്നത് ഏത് ആംഗിളിലാണ്? 90. അപ്പൊ സൈൻ എന്ന് വെച്ചാൽ π/2 കിട്ടണം അല്ലേ? π/2 കിട്ടണ്ടേ?
കിട്ടണ്ടേ? π/2 sin π/2 എന്ന് കിട്ടണ്ടേ? അപ്പൊ തീറ്റ എന്തായിരിക്കണം? sin πθ/β, അല്ലെങ്കിൽ ഇവിടെ 90 കിട്ടണം എന്ന് വെച്ചാൽ സൈൻ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എന്ന് പറയുന്നത് sin 90 ആണ്. sin 90 ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ sin π/2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടണം. അപ്പോൾ എനിക്കിവിടെ ആംഗിൾ കിടക്കുന്നത് sin πθ/β, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? sin πθ/β ആണ്. അപ്പോൾ എനിക്ക് ഇതിനെ sin π/2 ആക്കണമെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി β/2. ശരിയല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു β/2 ടുഡേ. ബീറ്റ വെട്ടിപ്പോവും, താഴെ ഒരു 2 കിടക്കും. സോ വെലോസിറ്റി വിൽ ബി മാക്സിമം ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു β/2. തീറ്റ ഈസ് ഈക്വൽ ടു β/2. ക്ലിയർ ആയോ? ഇനി ആക്സലറേഷൻ എഴുതി നോക്ക്. ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സലറേഷൻ ഇക്വേഷൻ dv/dt. അപ്പോൾ എന്ത് കിട്ടും? ആക്സലറേഷൻ എന്ത് കിട്ടും? h/2. വീണ്ടും അതുപോലെ തന്നെ വരും. സൈൻ എന്ന് പറയുന്ന കോസ് ആവും, പിന്നെ ഒരു πω/β കിട്ടും. സോ πω/β ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് πθ/β എന്ന് കിട്ടും. ഒരു സെക്കൻഡേ, ടീച്ചറെ ക്ലാസ്സിലാണ്. വിളിക്കാം. ശരി, ഓക്കെ. h/2 πω/β ദ ഹോൾ സ്ക്വയർ ബൈ ഇൻറ്റു കോസ് πθ/β. ഏത് വാല്യൂസിന് ആയിരിക്കും മാക്സിമം കിട്ടുന്നത്? തീറ്റ എത്രയായിരിക്കണം? കോസിന്റെ മാക്സിമം ഏത് വാല്യൂലാണ്? 0. തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലത്തിൽ വെലോസിറ്റിയും ആക്സലറേഷൻ്റെ ഒക്കെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇന്നലെ വരച്ചതുപോലെ ഞാനൊരു റെക്റ്റാങ്കിൾ അങ്ങ് വരയ്ക്കുന്നു. ഇതിൻ്റെ വെലോസിറ്റിയും ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ലേ ഔട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? എന്തൊക്കെയാവാം? ഡിസ്പ്ലേസ്മെൻ്റ് ആകാം, വെലോസിറ്റി ആകാം, ആക്സലറേഷൻ ആവാം. ഓക്കെ, ഇന്നലെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൾറെഡി നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പ്ലോട്ട് ചെയ്യുമ്പം ഐ വിൽ ബി ഡ്രോയിങ് ഇൻ ഗ്രീൻ കളർ. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ, സ്ട്രൈറ്റ് ലൈൻ ഒന്നും അല്ലേ, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഇങ്ങനെ കിട്ടും. ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ദിസ് ഈസ് മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇത് വരച്ച എങ്ങനെയെന്ന് അറിയാമല്ല. ഞാൻ ഇന്നലെ വരച്ചതുപോലെ ആ സൈഡിലൊരു സെമി സർക്കിളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് ഉണ്ടായി. വെലോസിറ്റി എന്ത് ഫംഗ്ഷനാണ്? സൈനാണോ കോസാണോ? വെലോസിറ്റി സൈൻ ഫംഗ്ഷൻ. അപ്പോൾ വെലോസിറ്റി മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരു കളറിൽ, അപ്പോൾ ഒരു സൈൻ കർവ് നിങ്ങൾക്ക് അറിയാമല്ല, എവിടെയാണ് വെലോസിറ്റി മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ തീറ്റ ഈസ് ഈക്വൽ ടു 0 ലൊക്കേഷൻ. ഇതാണ് എൻ്റെ തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് പോയിന്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ. നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു വെലോസിറ്റി മാക്സിമം വരുന്നത് β/2ലാണ്. വെലോസിറ്റി മാക്സിമം അപ്പോൾ വെലോസിറ്റിയുടെ കർവ് β/2 ഒരു സൈൻ കർവ് അങ്ങ് വരച്ചാൽ മതി. യു ഡ്രോ എ സൈൻ കർവ്. സോ ദിസ് ഈസ് യുവർ വെലോസിറ്റി. ഓക്കെ, ഇനി ആക്സലറേഷൻ വരയ്ക്കാനായിട്ട് ഐ മേ ബി ചൂസിങ് അനദർ കളർ. ആക്സലറേഷൻ വരയ്ക്കാനായിട്ട് ഞാൻ മറ്റൊരു കളർ, ബ്ലൂ കളർ എടുക്കാം, ഡാർക്ക് ബ്ലൂ കളർ. ഓക്കെ, ഹലോ ഹലോ മനസ്സിലായി. ഞാൻ 4 മണി കഴിയുമ്പോൾ വരാം. ഓക്കെ, ഇനി ആക്സലറേഷൻ കൂടെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ആക്സലറേഷൻ നിങ്ങൾ പറഞ്ഞത് ആക്സലറേഷൻ
മാക്സിമം ആവുന്ന ഏത് ലൊക്കേഷനിലാണ് ആക്സിലറേഷൻ മാക്സിമം ആവുന്നത്? തീറ്റ ഈസ് ഈക്വൽ ടു 0-യിലാണ്. അത് എന്ത് കർവാണ്? അതൊരു ഫോഴ്സ് കർവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ആയിരിക്കും തീറ്റ ഈസ് ഈക്വൽ 0-യിലായിരിക്കും ആക്സിലറേഷൻ മാക്സിമം നടക്കുന്നത്. ഇനി നമ്മൾ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ β/2 ഇട്ടാൽ കോസ് 90 എന്ന് കിട്ടും. കോസ് 90 ആകുമ്പോൾ വാല്യൂ എത്രയാണ്? കോസ് 90യുടെ വാല്യൂ 0. അപ്പം എനിക്ക് ആ കർവ് കോസ് ഫംഗ്ഷനാണ്. അപ്പോൾ അത് 0-യിൽ വന്നിട്ട് അടുത്ത് എൻ്റെ കർവ് ഇങ്ങനെ കിടക്കും. ബീറ്റയിൽ മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആക്സിലറേഷൻ്റെ കർവ്. ദിസ് ഈസ് മൈ ആക്സിലറേഷൻ കർവ്. ഞാൻ ഇതിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഞാനൊരു 5 മിനിറ്റ് മുമ്പ് നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മാക്സിമം മാക്സിമം ആക്സിലറേഷൻ. എൻ്റെ വെലോസിറ്റി മാക്സ് എന്ന് പറയുന്നത് ഇതാണ് വെലോസിറ്റി മാക്സ്. അത്യാവശ്യം ക്ലിയർ ആയല്ല? സൈനും കോസ് ഫംഗ്ഷനാണ് രണ്ടും, ആക്സിലറേഷനും വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും ഷേപ്പിൽ വ്യത്യാസമൊന്നുമില്ല. വാല്യൂസിൽ മാക്സിമം വാല്യൂസിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിഫറൻറ്റ് വൈ ആക്സിസ് വെച്ച് എഴുതിയത്. അത്യാവശ്യം ക്ലിയർ ആണോ? പറയൂ, ആരെങ്കിലും ഒക്കെ പറയൂ. ഒരാൾ തന്നെ ഇപ്പോഴും ഒരാൾ എന്നെ ഇങ്ങനെ മനസ്സിലായി എന്ന് പറയുന്നതിന് പകരം വ്യത്യസ്തമായ ആൾക്കാർക്ക് പറഞ്ഞൂടെ? എല്ലാവരും പേര് വിളിക്കണോ? ഞാൻ എവിടെയെങ്കിലും പേര് വിളിച്ച് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ. അരൻ ഷാ ഉണ്ടോ അവിടെ? അമീഷ് മനസ്സിലായ? അമീഷ് ജോർജ്. അന്ന റോമൻ കാണുന്നുണ്ടോ? ഇല്ല. മനസ്സിലായ? അതുൽ ബാസ്റ്റ്യൻ, ഐഷ? കുഴപ്പമില്ലല്ലോ. ക്രിസ്റ്റോ ജോബി കാണുന്നുണ്ടോ? ഉണ്ട് സാർ. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഏറെക്കുറെ സാർ. ഓക്കെ. ദിയ കൃഷ്ണയും ദിയ റേച്ചലും രണ്ടുപേർക്കും കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹരിലക്ഷ്മി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, കാണുകയും മനസ്സിലാവുകയും ചെയ്താൽ വാട്ട് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ഫോൺ എടുത്തിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. ഓക്കെ, ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, TKMC ഐഡിയിൽ നിങ്ങൾ കയറണേ. ക്ലാസ്സിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ആരാണ് റിക്വസ്റ്റ് ഇട്ടാൽ ഞാൻ അറിയില്ല. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചോളൂ. ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം ആദ്യം. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം. ഓക്കെ, ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം. അപ്പോൾ ക്യാമിൻ്റെ ഷേപ്പ് ഞാൻ ക്ലാസ്സിൽ തന്നെ പല പ്രാവശ്യം വരച്ചായിരുന്നു. അപ്പോൾ ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് എ ക്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് വരയ്ക്കേണ്ടത്. വരയ്ക്കാനുള്ള കാര്യമാണ്. ഓപ്പറേറ്റിംഗ് എ നൈഫ് എഡ്ജ് ഫോളോവർ. അപ്പോൾ നൈഫ് എഡ്ജ് ഫോളോവർ ആണ് വരയ്ക്കേണ്ടത്. നൈഫ് എഡ്ജ് ഫോളോവർ നമ്മൾ യൂഷ്വലി ഇവിടെ സ്ക്രീനിൽ നോക്കിയോ. നൈഫ് എഡ്ജ് ഫോളോവർ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നൈഫ് എഡ്ജ് ഫോളോവർ വരയ്ക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് നൈഫ് എഡ്ജ് ഇങ്ങനെ ഒരു പോയിന്റഡ് എഡ്ജ് കൊടുത്താൽ ഇങ്ങനെയാണ് നൈഫ് എഡ്ജ് വരയ്ക്കുന്നത്. ഇനി റോളർ ഫോളോവർ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ റോളർ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ല? നൈഫ് എഡ്ജ് ഫോളോവറും റോളർ ഫോളോവറിൻ്റെയും വ്യത്യാസം. ഇവിടെ നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. അതിൻ്റെ ലിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് ഓഫ് 30 മില്ലിമീറ്റർ. ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നൊട്ടേഷൻ ഏതാണ്? നൊട്ടേഷൻ എച്ച്. അപ്പോൾ H ഈസ് ഈക്വൽ ടു 30 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. H ഈസ് ഈക്വൽ ടു 30 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇനി കുറച്ച് ഡേറ്റ പറയുന്നുണ്ട്. ദ ക്യാം റൈസസ് ദ ഫോളോവർ വിത്ത് സിമ്പിൾ ഹാർമോണിക്. ആ ടേംസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്യാം ഇവിടെ റൈസ് ചെയ്യും, ഡിസെൻഡ് ചെയ്യും, മുകളിലോട്ട് പോവും, താഴോട്ട് വരും. അതെല്ലാം നമ്മൾ പഠിക്കുന്ന പല ടൈപ്പ് മോഷൻ ഫോളോ ചെയ്യാം. പക്ഷേ ഈ കേസിൽ ക്യാം റൈസസ് മുകളിലോട്ട് പോകുന്നു. എന്തിലാണ്? സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് അത് ക്യാം മുകളിലോട്ട് പോകുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ
മുകളിലോട്ട് പോകും. എത്ര ഡിഗ്രിയിലാണ് പോകുന്നത്? 150 ഡിഗ്രി. ക്യാം ഒരു പ്രാവശ്യം 150 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോളോ ചെയ്തുകൊണ്ട് ഈ നൈഫ് എഡ്ജ് ഫോളോവർ 30 മില്ലിമീറ്റർ റൈസ് ചെയ്യും. ഫോളോഡ് ബൈ എ ഡൊൽ പീരീഡ് ഓഫ് 60 ഡിഗ്രി. ഫോളോഡ് ബൈ ഡൊൽ പീരീഡ്. ഡൊൽ പീരീഡിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഫോളോവറിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഡൊൽ പീരീഡ് ഇല്ല. അങ്ങനെ തന്നെ നിൽക്കുക. ആ ഡൊൽ പീരീഡ് ഞാൻ ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തു. 1 എന്തുകൊണ്ട് ഇട്ടു എന്ന് ഞാൻ പറയാം. കാരണം ഇതിൽ ഒന്നിൽ കൂടുതൽ ഡൊൽ പീരീഡ് ഉണ്ട്. ഓക്കെ, ആദ്യം 150 ഡിഗ്രിയിൽ ലിഫ്റ്റ് ഫോളോവർ ലിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് 60 ഡിഗ്രിയിൽ ഇറ്റ് ഈസ് അണ്ടർ ഡൊൽ പീരീഡ്. ആൻഡ് ദെൻ ഫോളോവർ ഡിസെൻസ്. ഡിസെൻസ് മീൻസ് താഴോട്ട് വരുന്നു. ഫോർ ദ നെക്സ്റ്റ് 100 ഡിഗ്രി റൊട്ടേഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് താഴോട്ട് വരുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴോട്ട് വരുന്നു. അവിടുത്തെ ആംഗിൾ പറഞ്ഞിട്ടുണ്ട് 100 ഡിഗ്രി എന്നായി. ഓക്കെ, അഗെയിൻ ഫോളോഡ് ബൈ എ ഡെൽ പീരീഡ്. ബാക്കിയുള്ള ഡെൽ പീരീഡ് എത്രയാണ്? മൊത്തം ആംഗിൾ എത്രയായി? ഇതൊരു ആംഗിൾ എത്രയായി? ബാക്കിയുള്ളത് 50 ആണ്. 310 ഡിഗ്രി ആയി. ബാക്കിയുള്ള 50 ഡിഗ്രിയാണ്. അപ്പൊ എന്റെ രണ്ടാമത്തെ ഡൊൽ പീരീഡ്. അപ്പം മൊത്തം 60 10 110 ഡിഗ്രിയിൽ ഫോളോവറിന് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, 150 ഡിഗ്രിയിൽ അത് പൊങ്ങുന്നു, 100 ഡിഗ്രിയിൽ അത് താഴുന്നു. പൊങ്ങുന്നതും താഴുന്നതും രണ്ട് മാനറിലാണ്. പൊങ്ങുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലും താഴുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുമാണ്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റ. ഇനി അതിൻ്റെ ക്യാം റൊട്ടേറ്റ്സ് അറ്റ് യൂണിഫോം ആംഗുലർ വെലോസിറ്റി അതെല്ലാം തന്നിട്ടുണ്ട്. RPM തന്നിട്ടുണ്ട്. യു ആർ ഗിവൺ ദ RPM. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നമ്മൾ ഡേറ്റ എഴുതുക എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പ്രോപ്പർലി ആൻസർ എഴുതാൻ പഠിക്കേണ്ടിയിരിക്കുന്നു പലരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വെറുതെ എന്തെങ്കിലും എഴുതി വെക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പ്രോപ്പർലി അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർലി ഡോക്യുമെന്റ് ചെയ്യണം. എപ്പോഴും അത് നമ്മളത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഒരു ക്ലാരിറ്റി കുറവ്. നമ്മൾ പേപ്പർ നോക്കുമ്പോൾ ഒരു ലുക്ക് കുറവുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഡേറ്റ ആദ്യം എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സൗകര്യമാണ്. അതുകൊണ്ടാണ് ഡേറ്റ നമ്മൾ പലപ്പോഴും ആദ്യം എഴുതി വെക്കുന്നത്. ഓക്കെ, ആൻഡ് ആസ് എ ലീസ്റ്റ് റേഡിയസ് ഓഫ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമിൻ്റെ ലീസ്റ്റ് റേഡിയസ് ഈക്വൽ ടു 20 മില്ലിമീറ്റർ. 20 millimeter. What will be the maximum velocity and acceleration of the follower during the lift and return? During the lift and return. Okay. അപ്പോൾ എൻ്റെ റൈസ് പീരീഡും ഉണ്ട്. അപ്പോൾ എൻ്റെ ബീറ്റ എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ബീറ്റ R എന്ന് എഴുതും, റൈസ് എന്നാണ്. അത് ബീറ്റ റൈസ് പീരീഡ് 150 ഡിഗ്രിയും രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു ഡിസെൻഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബീറ്റ D എന്ന് പറയും. ഡിസെൻഡ് ഇതാവോട്ട് വരിക. ബീറ്റ ഡിസെൻഡ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതിയാൽ നമുക്ക് ഇത് വരച്ച് തുടങ്ങാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് വരച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത് 2 സ്റ്റെപ്പിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം രണ്ടാമത്തെ സ്റ്റെപ്പിലേ നമ്മൾ പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രോപ്പർലി സ്കെയിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ഡയഗ്രാമാണ്. എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിളാണ് ഞാൻ വരയ്ക്കുന്നത്. ഐ ബി ഡ്രോയിങ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, ഐ ബി ഡ്രോയിങ് എ റെക്റ്റാങ്കിൾ. ഇതിൽ റെക്റ്റാങ്കിളിൽ എൻ്റെ എക്സ് ആക്സിസ് എന്തായിരിക്കും? ഇന്നലെ വരച്ചായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ എക്സ് ആക്സിസ് എന്താണ്? ക്യാം ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ് എൻ്റെ എക്സ് ആക്സിസ്. ക്യാം ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ഓക്കെ, ക്യാം ആംഗിൾ ഓഫ് റൊട്ടേഷൻ. വൈ ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വൈ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചില്ലേ, ഇപ്പോൾ ഇതിൽ എത്രയാണ് ഈ ഇത് എന്താണ് കാണിക്കുന്നത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് കാണിക്കുന്നത് എന്താണ്? ലിഫ്റ്റ്. H അല്ലേ? H എത്രയാണ്?
3 സെൻറ്റിമീറ്റർ, 3 അല്ലെങ്കിൽ 30 മില്ലിമീറ്റർ. 30 മില്ലിമീറ്ററാണ് ഈ ഫോളോവറിൻ്റെ ലിഫ്റ്റ്. അപ്പോൾ എൻ്റെ റെക്റ്റാങ്കുലർ ലേ ഔട്ട് ഡയഗ്രം ഞാൻ വരയ്ക്കുമ്പം ഇവിടെ 30 മില്ലിമീറ്റർ ആയതുകൊണ്ട് ഈസി ആയിട്ട് 3 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വരച്ചാൽ. അപ്പോൾ സ്കെയിൽ എഴുതിക്കോണം. ഈ സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കെയിൽ എഴുതിക്കോളുക. ഞാനിവിടെ തന്നെ അങ്ങ് സ്കെയിൽ എഴുതുകയാണ്. എൻ്റെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ക്യാം ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത്. ക്യാം ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഞാനിത് ഫുൾ എനിക്കൊരു 360 ഡിഗ്രി റൊട്ടേഷനെയാണ് ഞാനിവിടെ എക്സ് ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യാണ്. എനിക്ക് എൻ്റെ ആദ്യ റൈസ് പീരീഡ് ആണ് പറയുന്നത്. റൈസ് പീരീഡ് 150 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനൊരു എന്തെങ്കിലും ഒരു സ്കെയിലിൽ 150 എന്ന് പറയുമ്പോൾ ഞാൻ എത്ര എടുക്കും എന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട്? 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15 സെൻറ്റിമീറ്റർ. എളുപ്പമല്ല ഈ 150 100 എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ എത്ര ഇതിനൊരു 5 സെൻറ്റിമീറ്റർ ആക്കിയെന്ന് വെച്ചോ. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്ത്? 30 വെച്ച് ഡിവൈഡ് ചെയ്ത്, അല്ലേ? ശരിയല്ലേ? ഇതിനെ ഞാനൊരു എനിക്കിനി സ്കെയിൽ മാറ്റാൻ പറ്റില്ല. ഇതിനെ ഞാനിവിടെ എത്ര 30 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും 30 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ അപ്രോക്സിമറ്റ്ലി 3.3 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പം ഞാനൊരു 5 സെൻറ്റിമീറ്ററിലാണ് ഞാനിവിടെ ആദ്യത്തെ പീരീഡ് ഡിവൈഡ് ചെയ്യുന്നത്. മറ്റൊരു കളറിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ റൈസ് പീരീഡാണ് ഈ ഒരു 150 ഡിഗ്രി. ബീറ്റ റൈസ് ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. എത്ര സെൻറ്റിമീറ്റർ ഞാൻ വരയ്ക്കും? എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കും? 5 സെൻറ്റിമീറ്റർ. അടുത്ത ഏതാണ്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ദ ക്യാം റൈസസ് ദ ഫോളോവർ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഫോർ 150 ഡിഗ്രി ഫോളോഡ് ബൈ എ ഡ്വെൽ പീരീഡ് ഓഫ് 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രിക്ക് ഞാൻ എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 60 ഡിഗ്രിക്ക് എത്ര വെച്ചാണ് ഡിവൈഡ് ചെയ്തത്? ഞാൻ 30 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇവിടെ 5 എടുത്തെങ്കിൽ നിങ്ങൾ 2 സെൻറ്റിമീറ്റർ ഇവിടെ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ എന്ത് പീരീഡാണ്? ഇതെൻ്റെ Δ1 12 പീരീഡ് ഈക്വൽ ടു 60 ഡിഗ്രി. അടുത്ത് 100 ഡിഗ്രിയിലാണ് ഡിസെൻഡ് ചെയ്യുന്നത്. 100 ഡിഗ്രി ഡിസെൻഡ് ചെയ്യുന്നുണ്ട്. 100 ഡിഗ്രിയിൽ ഡിസെൻഡ് ചെയ്യുമ്പം 3.3 കാണിക്കാം. 3.3 സെൻറ്റിമീറ്റർ. സോ ദിസ് ഈസ് മൈ ബീറ്റ descent. ഈക്വൽ ടു 100 ഡിഗ്രി. ബാക്കിയുള്ള ഈ പീരീഡ് എന്ന് പറയുന്നത് എൻ്റെ Δ2 ആണ്. Δ2 എന്ന് പറയുമ്പം 50 ഡിഗ്രിയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ 50/30 1.67 സെൻറ്റിമീറ്റർ അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഇതിൽ എല്ലാവർക്കും മനസ്സിലായത്? സംശയമുണ്ടോ? നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? ഉച്ചയ്ക്ക് ഇരുന്ന് ഉറങ്ങണോ? കേൾക്കുന്നുണ്ടോടെ? ശരൺ വിനായക് കേൾക്കുന്നുണ്ട് സർ. ശ്രവൺ മനസ്സിലായ? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല സാർ, മനസ്സിലായി. യദു കൃഷ്ണൻ ഓക്കെ ആണല്ലോ? യദു കൃഷ്ണൻ ഉറങ്ങി. ഓക്കെ, സാരമില്ല. അപ്പോൾ എല്ലാവർക്കും ഉച്ചയല്ലേ, ചിലപ്പോൾ ഉറക്കം വരും. ഇത്രയും ആണെങ്കിൽ ഞാനിനി എൻ്റെ റൈസ് പീരീഡ് നോക്കുമ്പോൾ അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചു സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ വരയ്ക്കാനായിട്ട് ഈ റെക്റ്റാങ്കുലർ ലേ ഔട്ട് ഡയഗ്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. യു ടു കൺസ്ട്രക്ട് എ സെമി സർക്കിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. സെമി സർക്കിളിനെ ഞാനിവിടെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു വെച്ചാൽ ഞാനിവിടെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. I am drawing it into 6 equal divisions, dividing it into 6 divisions. ഞാൻ അവിടെ ഇനി ചില നമ്പറിംഗ് ഒക്കെ കൊടുക്കാൻ പോവുകയാണ്. I am marking it as 0, 1, this is 2, this is 3,
this is 4, this is 5, this is 6. ഇനി ഈ സെമി സർക്കിളിനെ ഞാൻ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അത്രയും തന്നെ ഡിവിഷൻ ഈ റൈസ് പീരീഡിലും ചെയ്യണം. ഓക്കെ. എനിക്ക് കളർ വെച്ചൊക്കെ ഞാൻ വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അത് പ്രോപ്പർലി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിക്കോണം. ഇപ്പം ഞാൻ ഇവിടെ വീണ്ടും അതുപോലെ തന്നെ പോയിന്റ് മാർക്ക് ചെയ്തു. 1 2 3 4 5 this is 6. മനസ്സിലായോ? ഒന്നുമില്ല. സെമി സർക്കിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതേ ഡിവിഷൻ തന്നെയാണ് എൻ്റെ റൈസ് പീരീഡും ഞാൻ ചെയ്തത്. അപ്പം റൈസ് പീരീഡാണ് സിമ്പിൾ ഹാർമോണിക് എന്ന് പറഞ്ഞത്. അപ്പം സെമി സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് റൈസ് പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 150 ഡിഗ്രിയാണ്. 150 ഡിഗ്രി ഞാൻ സെമി സർക്കിളിൽ എത്ര ഡിവൈഡ് ചെയ്തോ അതുപോലെ ഡിവൈഡ് ചെയ്തു. സെമി സർക്കിൾ 8 ആവണമെങ്കിൽ ഇവിടെ 8 ആയിട്ട് ചെയ്യണം. സെമി സർക്കിളിന് നിങ്ങൾ 12 ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ 12 ഡിവിഷൻ കൊടുക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇന്നത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? ഈ പോയിന്റിനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും? ഈ പോയിന്റിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ്, ഈ പോയിന്റിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഓക്കെ. ഇതിനെ വേണമെങ്കിൽ എനിക്ക് 1' എന്ന് വിളിക്കാം. രണ്ടാമത്തെ പോയിന്റ് എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും? രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ ലൈനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. ദിസ് ഈസ് 2'. മൂന്നാമത്തെ പോയിന്റ് ഇവിടെ വരും. ദിസ് ഈസ് 3'. സിമിലർലി 4'. അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ വരും 5'. ആൻഡ് ദിസ് ഈസ് 6'. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? You join by means of a curve. ഇതാണ് എൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയി. റൈസ് പീരീഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. റൈസ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഏത് പീരീഡാണ്? റൈസ് പീരീഡ് കഴിഞ്ഞാൽ ഡൊൽ പീരീഡിൽ എന്തെങ്കിലും അനക്കം ഉണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം ആ മോഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ബാക്കിയുള്ള റിട്ടേൺ പീരീഡ് എന്ത് ടൈപ്പ് മോഷനാണ്? ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ആദ്യം പഠിച്ച ഫിഗർ കോൺസ്റ്റന്റ് വെലോസിറ്റി വരയ്ക്കാനായിട്ട് എന്ത് വരച്ചാൽ മതി? ഇതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള റിമൈനിങ് 12 പീരീഡ്. മനസ്സിലായോ? ഇപ്പം ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ. ഈ സ്ട്രെയിറ്റ് ലൈനിനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ആറ്റം വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കും. സ്ട്രെയിറ്റ് ലൈന് നമുക്ക് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 4 ആറ്റം ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡിങ് ഇൻറ്റു 4 ഡിവിഷൻസ്. 4 ഡിവിഷൻ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ തിരിച്ചങ്ങ് നമ്പർ ചെയ്ത് പോയി. ഈ പോയിന്റ് വീണ്ടും അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ 6 കണ്ടിന്യൂ ചെയ്തു. ദിസ് ഈസ് 7, ദിസ് ഈസ് 8, ദിസ് ഈസ് 9, ദിസ് പോയിന്റ് ഈസ് 10. സിമിലർലി ദിസ് ഈസ് 6', ദിസ് പോയിന്റ് ഈസ് 7', 8', ദിസ് ഈസ് 9'. ഓക്കെ. 9'. ഇനി 10-15 മിനിറ്റ് കൊണ്ടുണ്ട്. ഇതിൻ്റെ ഇത് കൂടെ വരയ്ക്കാം. നമുക്ക് ക്യാം പ്രൊഫൈലും കൂടെ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ y ആക്സിസിൻ്റെ സ്കെയിൽ എടുത്തത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ y ആക്സിസിൻ്റെ സ്കെയിൽ എത്രയാണ് എടുത്തത്? y ആക്സിസിൻ്റെ സ്കെയില് y axis 1 centimeter is equal to 10 millimeter ആണ് എടുത്തത് അല്ലേ? 1 centimeter is equal to 10 millimeter rise of the follower. ഇതേ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇനി ഈ ക്യാം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യാനായിട്ട്. അതായത് അതിൻ്റെ ഒരു ബേസിക് ഡയമെൻഷൻ ക്യാം പ്രൊഫൈൽ വരയ്ക്കാനായിട്ട് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമുക്കൊരു ബേസിക് ഡേറ്റ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം ഈസ് 20 millimeter തന്നിട്ടുണ്ട്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം ഈസ് 20 millimeter. അപ്പോൾ
നിങ്ങൾ എത്ര റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കും? റേഡിയസ് ഈസ് 20 millimeter. സോ അക്കോർഡിംഗ് ടു അവർ സ്കെയിൽ എത്ര സെന്റിമീറ്റർ ആണ്? നമ്മുടെ സ്കെയിൽ എന്തായിരുന്നു? വൈ-ആക്സിന്റെ സ്കെയില് 10 millimeter. അപ്പം 20 millimeter റേഡിയസ് റെപ്രസെന്റ് ചെയ്യാൻ എത്ര എടുക്കണം? 2 centimeter. അപ്പോൾ 2 സെന്റിമീറ്റർ. അപ്പോൾ 2 സെന്റിമീറ്റർ റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2 സെന്റിമീറ്റർ റേഡിയസ് ആയിട്ട് എടുത്ത് എൻ്റെ സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഷുഡ് ബി മൈ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇനി അതിൽ ഞാനിവിടെ എൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു, O എന്ന് മാർക്ക് ചെയ്തു. ഞാൻ ആ ഒരു വെർട്ടിക്കൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. വെർട്ടിക്കൽ കാണിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഫോളോവർ ആണ്? ഇതൊരു നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. അപ്പം നൈഫ് എഡ്ജ് ഫോളോവർ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഐ എം ഷോയിങ് നൈഫ് എഡ്ജ് ഫോളോവർ. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്യാമിൻ്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം ദ ക്യാം ടു ബി റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. യു ക്യാൻ അസ്യൂം ക്യാം റൊട്ടേഷൻ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്വസ്റ്റ്യനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു മെഷർ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വാട്ട് ഈസ് മെൻഷൻഡ് about the rotation of the cam. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യാം റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ് ക്യാം റൊട്ടേഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം, അതിൻ്റെ ഓപ്പോസിറ്റ് വേണം ആംഗിൾ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഈ റൈസ് പീരീഡ് ആണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. റൈസ് പീരീഡ് എത്ര ഡിഗ്രിയാണ്? 150 ഡിഗ്രി. അപ്പോൾ 150 ഡിഗ്രി ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ കാണിക്കും. ഓക്കെ, 150 ഡിഗ്രി ഐ എം ഷോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ദിസ് ആംഗിൾ ഈസ് 150 ഡിഗ്രി, ദാറ്റ് ഈസ് ബീറ്റ ആർ. അത് കഴിഞ്ഞ എന്ത് പീരീഡ് ആണ്? ബീറ്റ ആർ കഴിഞ്ഞ ഡൊൽ പീരീഡ് എത്രയാണ്? 60 ഡിഗ്രി. അപ്പം എൻ്റെ ഡൊൽ പീരീഡ് കാണിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഡെൽറ്റ 1. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു 100 ഡിഗ്രി ഇല്ലേ? യു ആർ ഹാവിങ് എ 100 ഡിഗ്രി ഹിയർ. സോ ദാറ്റ് ഈസ് യുവർ ബീറ്റ ഡി. Then you are having a dwell period 50 degree, that is delta 2. മനസ്സിലായ? സർക്കിളിൽ ആംഗിൾ കാണിച്ച മനസ്സിലായ? ക്ലിയർ ആണോ? സർക്കിളിൽ ആംഗിൾ കാണിച്ചു. സർക്കിളിൽ ആ ടോപ്പ് വെർട്ടിക്കൽ ലൈനിൽ നിന്നാണ് ഞാൻ ആംഗിൾ മെഷർ ചെയ്തത്. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുന്ന ക്യാം റൊട്ടേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആംഗിൾ എടുക്കണം. അപ്പോൾ ആദ്യത്തെ 150 ഡിഗ്രിയാണ്. ഇനി നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ ഞാൻ എത്ര ഡിവിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ ഈ 150 ഡിഗ്രി ഞാൻ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 ആയിട്ടാണോ 6 ആയിട്ടാണോ 8 ആയിട്ടാണോ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 150 ഡിഗ്രി ഇവിടെയും എൻ്റെ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്ന പോർഷനിലും അതിന് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ റൈസ് പീരീഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ ഞാൻ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അത്രയും ഡിവിഷൻ തന്നെ റൈസ് പീരീഡ് ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നിടത്തും കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം ഈ റേഡിയൽ ലൈൻസ്, സെൻറ്ററിൽ നിന്നുള്ള റേഡിയൽ ലൈൻസ് വരച്ചിടണം. ഞാൻ നോട്ടിൽ വരച്ച അവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കുകയും ചെയ്യാം. മാത്രം വരച്ചാൽ മാത്രം പോരാ, അവിടെ ആ പേര് കൊടുക്കുകയും വേണം. ഈ പോയിൻ്റാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, ഈ സർക്കിളിൻ്റെ ഈ പോയിൻ്റ് 5, ഈ പോയിൻ്റ് 6. ഇത്രയും ക്ലിയർ ആണോ?
Yes. ആ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ കോമ്പസോ പ്രൊട്രാക്ടറോ എടുക്കുക. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ ഈ 1 on dash ഡിസ്റ്റൻസ് അറിയാമോ? 1 on dash ഡിസ്റ്റൻസ്. ആ 1 on dash ഡിസ്റ്റൻസ് നിങ്ങൾ ഇവിടെ ഈ ലൈനിൽ ഇങ്ങോട്ട് കുത്തി മാറ്റണം. 1 dash 2 dash ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഈ പോയിന്റ് 2ൽ നിന്ന് 2 dash ഇങ്ങോട്ട് എടുക്കുക. 3 dash ഡിസ്റ്റൻസ് എടുക്കുക. 3 dash ഡിസ്റ്റൻസ് എടുക്കുക. 4 dash ഡിസ്റ്റൻസ് എടുക്കുക. 5 dash എടുക്കുക. 6 dash എടുക്കുക. മനസ്സിലായ? ആ റേഡിയൽ ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ എടുക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ എടുക്കണം. 1 on dash കുത്തി എടുക്കുക. 2 dash എടുക്കുക. 3 dash എടുക്കുക. 4 dash എടുക്കുക. 5 dash എടുക്കുക. 6 dash എടുക്കുക. ഓക്കെ, ഇത്രയും സാധനങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എൻ്റെ ക്യാം പ്രൊഫൈൽ വരച്ച് തുടങ്ങാം. ഇനി ഞാൻ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു സ്മൂത്ത് കർവ് വരയ്ക്കണം. അത് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം. 1 dash 2 dash 3 dash 4 dash 5 dash 6 dash. ഇപ്പൊ എത്ര ലിഫ്റ്റ് ആയി? ഇപ്പോഴ് ക്യാമിൽ എത്ര ലിഫ്റ്റ് ആയി? എത്ര സെന്റിമീറ്റർ ആയി? 6 dash എത്തിയപ്പോഴ് എത്ര ലിഫ്റ്റ് ആയി? 3 centimeter. 3 സെന്റിമീറ്റർ ആയി. ഇനി അടുത്ത എന്ത് പീരീഡ് ആണ്? Dwell period. ഡ്വൽ പീരീഡ് എത്ര എവിടം വരെ ഉണ്ട്? ഡ്വൽ പീരീഡ് ഉണ്ടാ ഈ ഇത്രയും ഡിഗ്രിയിൽ ഡ്വൽ പീരീഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ അതേ റേഡിയസ് ഓഫ് കർവ് വെച്ച് ഡ്വൽ പീരീഡിൽ ക്യാമിന് എന്തെങ്കിലും ഫോളോവറിൽ ലിഫ്റ്റോ ഡിസെൻഡോ ഉണ്ടോ? ഡ്വൽ പീരീഡിൽ ഫോളോവർ അനങ്ങോ? ഇല്ല. അപ്പൊ ആ ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടം വരെ കൊണ്ടുപോകണം. ആ റേഡിയസ് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇവിടം വരെ കൊണ്ടുപോകും. അപ്പൊ വീണ്ടും ഈ പോയിന്റും എൻ്റെ 6 dash തന്നെയാണ്. ഇനി അടുത്ത ഏത് പീരീഡ് ആണ്? ഇപ്പൊ ആദ്യത്തെ റൈസ് കഴിഞ്ഞു, ഡൊല്ലായി. അത് കഴിഞ്ഞിട്ട് ഡിസെൻഡിങ് പീരീഡ്. ഡിസെൻഡിങ് പീരീഡ് എത്ര ആംഗിൾ ആണ്? 100 ഡിഗ്രി അല്ലേ? 100 ഡിഗ്രി ഞാൻ ഇവിടെ എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഈ എൻ്റെ ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നതിൻ്റെ അവിടെയും അതിനെ 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, റേഡിയൽ ലൈൻസ് കാണിക്കുകയും വേണം. ഇപ്പം ഈ പീരീഡ് ഇത് 6 തന്നെയാണ്. ഇത് 7 ആയി. ഇത് 8 ആയി. ഇത് 9 ആയി. ഇത് 10 ആയി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ബാക്കി എങ്ങനെ വരയ്ക്കും? ബാക്കി എങ്ങനെ വരയ്ക്കും? അവേ ഏത് പരിപാടിക്കുണ്ടെങ്കിൽ അവനെ കിട്ടും. ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അൻഷാദ് മ്യൂട്ട് ചെയ്യൂ. എല്ലാരും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണോ? ഒരു സെക്കൻഡേ. എനിക്ക് കൊടുക്കണം പറഞ്ഞു. ബാക്കി എങ്ങനെ ചെയ്യും? എല്ലാവരും പോയാ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഹലോ കേൾക്കാം.
ആ കേൾക്കാം. ആരെങ്കിലും പറയണ്ടേ? ഓക്കെ, അപ്പോൾ ഞാനത് ഇത് ആ റേഡിയസ് ഓഫ് കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വരയ്ക്കണം. 6' വരെ വന്നു. ഒരു സെക്കൻഡ്, എൻ്റെ ചാർജർ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, ഇനി ബാക്കി എന്താണ് ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നോക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ 7 എടുക്കണം, 8 എടുക്കണം, 9 മെഷർ ചെയ്യണം, 10 എടുക്കുക. അപ്പം 7 മാർക്ക് ചെയ്യുക, 8 മാർക്ക് ചെയ്യുക, 9 മാർക്ക് ചെയ്യുക, 10 മാർക്ക് ചെയ്യുക. 10 ആകുമ്പോൾ ഈ പോയിന്റ് തന്നെ കിട്ടും. ഇനി ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ എൻ്റെ ക്യാം പ്രൊഫൈൽ ഒരു മത്തങ്ങ പോലെയൊക്കെ കിട്ടിയില്ലേ? സ്മൂത്ത് കർവായിരിക്കണേ. മനസ്സിലായപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ കോമ്പസ് ഒക്കെ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? വിവേക്, യദുകൃഷ്ണൻ, ശിവസൂര്യ, ശരൺ വിനായക്. പ്രശാന്ത് സാർ. അപ്പൊ ശിവസൂര്യയും യദുകൃഷ്ണനൊന്നും ഇല്ല. യദുകൃഷ്ണ കുറേ നേരം കൊണ്ടേ വിളിക്കുന്നു. വിവേക് വിളിച്ചിട്ടും ഇല്ല. കാർത്തികേയനുണ്ടോ? വിവേകില്ല. ഇപ്പൊ ആരോ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ വരുന്നത്? പിന്നെ ഇപ്പൊ എന്താണ് പഠിക്കുന്നത്? ഒരു സംശയം ചോദിക്ക്. ഒരു സംശയം ചോദിക്ക്. ഇല്ല, സംശയമൊന്നുമില്ല. കാർത്തികേയൻ? ഉണ്ട്. സംശയം ഇല്ലേ? സംശയമൊന്നും ഇല്ലേ നിനക്ക്? മനസ്സിലായി. എന്താണ് മനസ്സിലായത്? കുഴപ്പമില്ല എന്നുവെച്ചാൽ എന്തോ കുഴപ്പമുണ്ട്. പാർത്ഥിവ് ഓക്കെ ആണോ? നിരഞ്ജന ശ്രദ്ധിക്കുന്നുണ്ടോ? നവ്യ? നാഥൻ? കേൾക്കുന്നുണ്ട്. മനസ്സിലായ? റഹ്റൂഫ്? എന്ത് മനസ്സിലായി? ഓക്കെയാണ് സാർ. ഓക്കെയാണെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല. എന്താണ് പഠിച്ചത്? എന്താണ് പഠിച്ചത്? എന്ത് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്? ഇവിടെ കേൾക്കണ്ടേ? ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിരുന്ന് ഉറങ്ങിയാൽ മതിയാ? ഹരിദേവ്? ഹരിദേവ് മനസ്സിലായ? അയാളെ ഞാൻ ചിരിച്ചോണ്ട് പറയുമ്പോഴേ അറിയാം കേട്ടില്ല എന്ന്.
ഇപ്പൊ വന്നതേ ഉള്ള? അല്ലല്ല, ഞാൻ എൻ്റെ ക്ലാസ്സിൽ അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചതെന്ന്? ക്യാം ക്യാം എന്ന് പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 2 ദിവസമായിട്ട് ഞാനും ക്യാം എന്ന് പറഞ്ഞോണ്ട്. ഗൗതമകൃഷ്ണ, നമ്മളെന്താണ് പഠിച്ചത്? പ്രൊഫൈൽ വരയ്ക്കുക. എന്ത് ടൈപ്പ് ഫോളോവർ ആയിരുന്നു? പിന്നെ ഈ ക്വസ്റ്റ്യൻ ഗൗതമകൃഷ്ണയും കുറച്ചൊക്കെ കേട്ടതേ ഉള്ളൂ, ഒന്നും കണ്ടില്ല. ഗോഡ്സൺ ശ്രദ്ധിച്ചായിരുന്നോ? ആദ്യത്തേക്ക് ശ്രദ്ധിച്ചു, ലാസ്റ്റ് ഒന്ന് കട്ടായി പോയി. ഞാൻ ആ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് വായിക്കണേ. ഓക്കെ സാർ. ദിയ റേച്ചൽ കേട്ടായിരുന്നോ? അല്ല, കേട്ടല്ല, കണ്ടായിരുന്നോ? വരച്ചെടുത്താ ബുക്കില്ലേ? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല സർ. കുഴപ്പമില്ല. അതുൽ ബാസ്റ്റിൻ ഓക്കെ ആണോ? ഇവിടെ കോളേജിൽ വരുമ്പോഴേ ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് പരീക്ഷയ്ക്ക്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും ശ്രദ്ധയ്ക്ക്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ വരും. നേരത്തെ ഒരാൾക്ക് നെറ്റ് കട്ടായി പോകും. ഇപ്പം നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ല, ചിലപ്പം നെറ്റ് കട്ടായൊക്കെ പോകാം. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എൻ്റെ തന്നെ നോട്ട്, ഞാൻ പഠിച്ചപ്പം ഉണ്ടാക്കിയ നോട്ടാണത് കേട്ടോ, വർഷങ്ങളായി. ആ നോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 25-26 വർഷമായത് ആ നോട്ട്. പഠിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളത് നോക്കി പഠിക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നാളെ കാണാം. നാളെ ഞാൻ 1 hour കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ എടുക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റാഫ് റൂം എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റിംഗ് സമയമായതുകൊണ്ടാണ് രാവിലെ ഞാൻ ക്ലാസ് എടുക്കാത്തത്. നാളെ ഞാൻ അതിന് പകരമായിട്ട് ഒരു എക്സ്ട്രാ ക്ലാസ്സും കൂടെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളെ ഇത് വേറെ ടൈപ്പ് റോളർ ടൈപ്പ് ഫോളോവറിൻ്റെ പഠിക്കുക നാളെ. അപ്പോൾ ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചെയ്യാൻ പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്താണ്? വെലോസിറ്റിയും ആക്സലറേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ആ നോട്ടിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കി പഠിച്ചുകൊണ്ട് വേണം വരാം. അപ്പോൾ ഞാൻ നാളെ തുടക്കത്തിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാവരും കേട്ടല്ല? തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പഠിക്കാതെ വന്നാൽ ഞാൻ ഇന്നത്തെ അറ്റൻഡൻസ് കട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ. സംശയമൊന്നുമില്ലെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ തരാം. സംശയമല്ലോ ഉണ്ടോ? ആദ്യം ലാസ്റ്റിൽ ഏതാണ്? ബീറ്റ ഡി വരച്ചതാണോ? ബീറ്റ ഡി വരച്ചത് കണ്ടേ. ഇതിപ്പോൾ ക്യാം പ്രൊഫൈൽ ഇങ്ങനെയല്ലേ? ക്യാം പ്രൊഫൈൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ 6' നിന്ന് അടുത്ത് 7' പോവേണ്ടത് അല്ലേ? 7' ഇങ്ങനെയല്ലേ പോവേണ്ടത്? 7' 8'. അപ്പോൾ 7' എങ്ങനെ കിട്ടും? 7' കിട്ടാനായിട്ട് ആൾറെഡി ഞാനിവിടെ 7ൽ നിൽക്കുകയല്ലേ? ഈ പോയിന്റ് 7 അല്ലേ? അല്ലേ? 7ൽ നിൽക്കുകയാണ്. അപ്പോൾ 7ൽ നിൽക്കാൻ 7ൽ നിന്ന് 7' പോകാനായിട്ട് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം നോക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ ഈ ഡിസ്റ്റൻസ് കുത്തിയെടുക്കണം. മനസ്സിലായ? ആ ഡിസ്റ്റൻസ് കുത്തിയെടുത്തിട്ട് ഈ 7ൽ നിന്ന് 7' ഈ റേഡിയൽ ലൈനിൽ അതങ്ങ് മാർക്ക് ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? അടുത്ത് ഞാൻ 8ലാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? 8 ഇവിടെ നിന്ന് എടുക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ നിന്ന് 8 എടുക്കുക. എന്നിട്ട് പ്രൊജക്ഷൻ ഒന്നും അല്ല, ഞാൻ ഇവിടെ നിന്ന് ഈ സെന്ററിൽ നിന്ന് റേഡിയൽ ലൈൻസ് ബ്ലാക്ക് വരച്ചിരിക്കുന്നുണ്ട. റേഡിയൽ ലൈൻസ് അതിലോട്ടാണ് വരയ്ക്കേണ്ടത്. ഏത് സ്ട്രൈറ്റ് ലൈൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് സ്ട്രൈറ്റ് ലൈൻ വരച്ചത്. ഈ ബ്ലാക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് ഈ പോയിന്റും
ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തു. വേറെ നോക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ് കിട്ടാനായിട്ടാണ് ഞാൻ പിന്നെ ഡിവൈഡ് ചെയ്തത്. മനസ്സിലായില്ലേ? 7 7 ഡേഷോ 8 ഡേഷോ 9 ഡേഷോ കിട്ടാനായിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അതിനെ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഇടയ്ക്ക് പോയിന്റ് കിട്ടാതെ വരും. ഇടയ്ക്ക് പോയിന്റ് കിട്ടാതെ വന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കർവ് വരയ്ക്കുമ്പോൾ ഇടയ്ക്കുള്ള പോയിന്റ് ഒന്നും കാണൂല. 6 ഡാഷിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു കർവ് ഇങ്ങനെ എടുത്ത് വരയ്ക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തെറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊന്ന് നിങ്ങൾ നോക്കിക്കോ. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, വാട്സാപ്പ് പോലെ ഇട്ടാൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ബാക്കി നമുക്ക് നാളെ കാണാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് നാളെ നിങ്ങൾ ആൻസർ പറയുന്ന പോലെ ഇരിക്കും. നാളെ ആൻസർ പറയാതിരുന്നാൽ ഇന്നത്തെ അറ്റൻഡൻസ് പോകും. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് വരണം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അറ്റൻഡൻസ് ഉണ്ട്. ശരിയെന്നാ, ബൈ. Okay, sir. Thank you, sir. Bye.